ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. ശരിയായ എടാ നമ്മൾ ഇത്രയും നാളെ ഈ മുതുക്ക് ശരീരം വെച്ചല്ലോ കളിച്ചോണ്ടിരുന്നേ. ജേ ആ അന്നക്കുട്ടാ, താങ്ക് യു ഫോർ വൺ സബ് അന്നക്കുട്ടാ. ഞാൻ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഞങ്ങളുണ്ട്, ഞാനുണ്ട് പോർക്കും. വെയിറ്റ്. അല്ല ഞാനുണ്ട് പോർക്കും. ഞങ്ങൾ രണ്ടും പോ. ഇവിടെ കയറി ഇരിക്കട്ടെ. എടാ നോക്കേ മല ഞാൻ പോ പറയല്ലേ. മറ്റേ പേർത്ത് പോകാൻ പറ, അവരുടെ പോകാൻ പറ. എന്ത് ചെയ്യാൻ പോകും? മർജ് ചെയ്യാൻ പറ്റത്തില്ലടാ, അത് ഭയങ്കര നടക്കോ? ഇല്ല എനിക്ക് ഇരിക്കാൻ പറ്റൂല, എന്റെ വേറെ ഷേപ്പാണ്ട. മണ്ട ബാക്കി വിളിച്ചിരിക്കാൻ. വണ്ടിയുടെ വല്ല ഗിയറായിട്ടും പോയിരിക്കട്ടെ. ഇതാരുടെ ഇരിക്കുന്ന അപ്പുകുട്ടനാ ഗിയറായിട്ട്. സൂപ്പറായിട്ട്. ആര് വണ്ടേഴ്സ് വിസിലില്ല. ഇല്ലല്ല അല്ല ആരാ അണ്ടേഴ്സ്? ഇരിക്കട്ടെ ഞാൻ സൂപ്പർ നടക്കും. മഞ്ഞ വരാത്തെ ഞാൻ എവിടെ കയറി ഇരിക്കുന്ന എനിക്ക് സ്ഥലമൊന്നുമില്ല. ഞാനേ നോക്കുവായിരുന്നു എന്താ ചെയ്യുന്നത്. നടക്കത്തില്ല. അളിയ ഇതെന്തു അളിയ മഞ്ഞ വരാത്തേ? ലൈറ്റ് ഇല്ലാത്ത ഇതിൽ പോലിട്ട് വരും. നമ്മൾ വിചാരിക്കുന്ന ഷേപ്പ് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അളിയ മഞ്ഞ കിട്ടുന്നില്ല അളിയ. ചുക്കുടി ഞാൻ നിന്നെയാണോ പെയിന്റ് അടിക്കാൻ നോക്കുന്നേ? കുട്ടാ ഇത് കൊള്ളാല്ലേ? ഇത് എന്തുവാണ്? ഇത് നമ്മുടെ മഞ്ഞ സമയവും കളഞ്ഞ്. ചുമ്മാ ടൈമാണ് എന്നെ പിടിക്കും. ഞാൻ എന്നെ പിടിക്കൂടാ. എന്റെ ഇന്നത്തെ ഷോ ഭയങ്കര ഷോ ദിവസമായിരുന്നടാ. ഇത് കളർ മാറിയേ. സൈഡിൽ കൂടെ ഒക്കെ തൂക്കുമെങ്കിലും മെറ്റാലിക് ആക്കുന്ന എങ്ങനെ കളർ മാറ്റാൻ പറ്റും? ഇങ്ങനെ മെറ്റാലിക് കളർ അങ്ങനെ പറ. ഇതിപ്പോ എന്താ വേറെ കളറേ? എടാ ദൈവത്തെ ഓർത്ത് ആരും മെറ്റ അടിക്കരുത്. ഇതാണ് നല്ലത്. അതേ സാധനം ക്ലോൺ ചെയ്യാം. അകത്തോട്ട് ക്ലോൺ ചെയ്. അപ്പൊ ഞാൻ പെയിന്റ് അടിച്ചോട്ടെ അമ്പൂതിന്. കറക്റ്റ് പെയിന്റ് അല്ല പറഞ്ഞത്, ഫേക്ക് ആണ് ഇത്. അല്ല ആരാണ് ഹണ്ടേഴ്സ്? ഹണ്ടേഴ്സ് ആരാണ്ടാ? നമ്മളെ പൊക്കോടല്ലേ? നമ്മളെ പൊക്കം ഹണ്ടേഴ്സ് താഴോട്ടാണ്. ഹണ്ടേഴ്സ് അയ്യോ ഇത് ഈസി ആയിട്ട് പൊക്കും. ആ
അതാണ് എനിക്ക് മനസ്സിലാവാത്ത, അത് കിട്ടുന്നില്ലടാ അത്. അപ്പൊ കൊണ്ട് സൂപ്പർ. ഓ ചന്ദ്ര സൂപ്പർ. റിയോടെ വിഷയമാണ്, റിയോടെ വിഷയമാണ്, റിയോടെ. ഒന്നും പറയണ്ട. എന്തായത് ജോണി സൂപ്പർ ആയിട്ട് ജോണി. മാമ സൂപ്പർ. സാവജ് മൂഞ്ചിക്കലടാ വാറ്റണ്ണ സൂപ്പർ. എന്തിയെടാ? ഓ ജോക്കിയുണ്ടോ സൂപ്പർ ജോക്കിയുണ്ടോ? മിന്നുന്നേ മാറ്റണ്ണ മിന്നുന്നേ വാറ്റന്റെ മിന്നുന്നേ. സമയം കിട്ടിയില്ല ഡിസൈഡ് ചെയ്യാൻ. സ്മൂത്ത് രായനുണ്ടോ അതിനകത്ത്? എടാ, രായനൊക്കെ സാവജ നീ വീസി ഉണ്ടാടാ. സാവജ വീസി ഉണ്ടോ നീ? ആണോ നീ എന്നോട് അത് കറുത്ത പറഞ്ഞില്ല അല്ല മറ്റേ മെറ്റാലിക് റഫ്നെസ് കുറച്ചൊന്ന് മാറ്റി വെക്കാം അപ്പൊ കിട്ടും. ഓടി നടക്കുന്നത്. പ്ലീസ് സൂപ്പർ. ഇത് എന്തോന്ന് ചന്ദ്രത് വിഷയം ഇന്റെ ഒമ്പോ. കറുത്താട്ട സീനി. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ദൈവമേ, എന്റെ നെഞ്ച് പിടഞ്ഞിട്ടുണ്ടല്ലോ. നടുക്കിടക്കുന്ന സാവജ് ഇവര് വയ്യ. എന്റെ അടുത്ത് കിടന്നൊക്കെ നോക്ക്. രായനടാ പാവ. എടാ രായനോടെ പെട്ടായിട്ടിരിക്കത്തില്ലായിരുന്നോ? ആരാണ് അവനെ പറഞ്ഞ അവിടെ വിട്ടേ? ഞാൻ വേറൊരു കാര്യം കാണിക്കട്ടെ. നീല ബാത്റൂമിനും ചോപ്പും രണ്ടെണ്ണം മണ്ടക്കൊക്കെ വന്നിട്ട് എന്നെ വന്ന് നോക്കിയത് ഓട്ടൊക്കെ എന്റെ കൂടെ മോളി എന്റെ മോളി ചാടിക്കേറി നടന്നൊക്കെ പോയടാ. ഓ അമ്പു 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 കൊള്ളാൻ കേട്ടോ, അമ്പു അത് കൊള്ളാം. ഏതിൽ കൊള്ളാൻ കേട്ടാ. കാസ്ട്രോ എന്തിയടാ? അമ്പു എടാ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാസ്ട്രോടാ. എടാ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാസ്ട്രോ. നോക്കി എന്നിട്ട് പിടിക്കുന്നില്ല. അയ്യോ പിടിക്കല്ലേ 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 പിടിക്കല്ലേ. പിടിച്ചടാ പിടിച്ചടാ. ഓ, എന്നെ കണ്ടില്ല, എന്നെ കണ്ടില്ല, എന്നെ കണ്ടില്ല, എന്നെ കണ്ടില്ല, എന്നെ കണ്ടില്ല. ജോണി മാമൻ നോക്കടാ. ജോണി മാമനെ സാവജ നിന്നെ പിടിച്ചോളയാ. കാസ്ട്രോ സാവജ പിടിച്ചില്ല. സജീവ ഇരിക്കുന്ന നോക്കടാ അതിനകത്ത്. സജീവൻ അതിനകത്തിരിക്കുന്നു. രണ്ടുപേരുണ്ട് ജോണിനെ പൊക്ക്, ജോണിനെ പൊക്ക്. അതൊക്കെ എടാ അമ്പത്തിന് ഇരിക്കുന്ന നോക്കടാ. അമ്പത്തിന് ഇരിക്കുന്ന നോക്കടാ. ഇപ്പോഴാണ് കാണുന്നത്. എടാ ഗോകുനെ പൊക്കിയോടാ. കാസ്ട്രോ എവിടെ കാസ്ട്രോ? എന്റെ തൂക്കി എന്റെ തൂക്കി. കാസ്ട്രോ എടുത്തോണ്ട് പോയിക്കോ. അത് പക്ഷെ കൊള്ളാം കേട്ടോ, വലിയ ബോഡി കൊള്ളാം കേട്ടോ. കോച്ച് വെറുതെ അഡ്രസ് വേറെ വീസി. അതെ അതെ. പാവട മന്ദാരം എടാ ഇതാരാണ് ഈ ഒളിഞ്ഞിരിക്കുന്നത്? ഈ ഫൈൻ മീ കോച്ച്, കോച്ച് സവേജ് മദാരെ കൊലക്ക് ഇപ്പടി പണ്ണ കൂടാതെ കോച്ച്. അയ്യോ ഇത് ചെയ്യக்கூடாது കോച്ച്. ഒന്നിക്ക് എന്തെങ്കിലും ചെയ്യണം. ഓടുന്നതിന്റെ കുഴപ്പമില്ല. ഇതെന്താ ഇത്? ആണ്ട ഇപ്പടി പണ്ണக்கூடாது കോച്ച്. കണ്ടില്ല കണ്ടില്ല. കണ്ടില്ലടാ കണ്ടില്ലടാ കണ്ടില്ലടാ. കോച്ചിനെ ഇവിടെ കണ്ടില്ല. വന്നിട്ട് വരെ പോയി. എസ്ആർക്ക് വശപ്പിടിച്ച് ഇല്ല ഇല്ലടാ ഇല്ലടാ. നിങ്ങളെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ ജുഗുരുവായ അളിയാ പിടിച്ചടാ. പൊട്ടൻ ഇവിടെ എസ്ആർക്കെ പൊട്ടനടാ. പൊട്ടൻ. ഇവനെ അണ്ടർന്ന് നോക്കല്ലേ. അതിനകത്ത് നോക്കിയ സാവേജിനെ കാണാം. അവൻ നോക്കിയ പോലും ഇല്ല. മന്ദാരത്തിനെ പിന്നെ ശ്രദ്ധിക്കത്തില്ല അത്രയും. അവിടെ കുളിക്കാൻ കാര്യം കേട്ടോ. അവിടെ പോയി നോക്കി ഇവൻ. അമ്പൂനെ നോക്കേ. ഞാൻ ബക്കറ്റ് കോച്ച് കോച്ച് ഒളിച്ച് ബാക്കി ഒളിച്ചിരുന്ന് വിസിലടിക്കും. കോച്ച് ഇങ്ങനെ വിളിക്കല്ലേ. കോച്ച് ഇങ്ങനെ വിളിക്കല്ലേ. ചന്ദ്ര
ഇതാരുടെ വിസിലടിച്ചോണ്ടിരിക്കുന്നത്? ചന്ദ്ര അപ്പുറത്തിരിപ്പുണ്ടല്ലേ ഞാനൊന്നുമല്ല. എടാ ആരെങ്കിലും അവിടെ നിന്ന് വിസിലടിയടാ കുമാർ എന്നെ നോക്കുന്നടാ ആരെങ്കിലും അവിടെ നിന്ന് വിസിലടോ കോച്ചടി കോച്ചടി കോച്ച് കോച്ചടി കോച്ച് കോച്ച് അടിക്ക് കോച്ച് അടിക്ക് കോച്ച് അടിക്ക് കോച്ച് நாங்க 3 பேரும் அடிச்சிட்டு இருக்கோம் இவட. അളിയെ ചുഗുരു നിന്നെ പൊക്കിട എന്നെ പൊക്കിട കേക്കത്തില്ല കുറച്ചടുത്തെങ്കിലും വരണം എന്നാലേ കേക്കത്തുള്ളൂ. പുറകെ നല്ല ദൂരെ. എന്നെ പൊക്കിയില്ലായിരുന്നു ഓടാ റെഡി ആയിക്കും മച്ചു. ആ ഇനിയിപ്പോ വിസിലടിക്കാം സജീവൻ ഓടി എടാ ഒരു ജി അടിച്ചേക്കണേ 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 എടാ ജി അടിക്കണേ ജി അടിക്കണേ എല്ലാവർക്കും ജി അടിക്കണേ എല്ലാവർക്കും ജി അടിക്കണേ ഒരാൾക്ക് അടിക്കാൻ പറ്റുള്ളൂ എടാ ഒരാൾക്ക് അടിക്കാൻ പറ്റുള്ളൂ എനിക്കൊന്നും അടിക്കാനാടാ ജി അല്ല ഞാൻ ഇയാനാണ് ഇയാൻ എന്ത് ഫ്ലോപ്പായിരുന്നു എന്ത് ക്യാരക്ടർ വന്നപ്പോ ഇതാണ് കാസ്ട്രോനെ എങ്ങനെ പിടിച്ചത്? കൊള്ളാം മനസ്സിലാവത്തു. എടാ കണ്ടുപിടിക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരുത്തനെ വെക്കടാ ഇപ്പുറത്ത് വന്ന് അടിച്ചിട്ട് പോടാ ഇപ്പുറത്ത് അത്രേ ഉള്ളടാ അത്രേ ഉള്ളൂ ഇനി നമ്മളെ പിടിക്കത്തില്ല നമുക്ക് ഇത്തിരി ബുദ്ധി ഉണ്ടല്ലേ? നീ എന്റെ മോളിൽ കൂടെ നടന്ന പോലെ ധരിക്കില്ല. നീയേ ആ സാവേജിനെ ഞാനാണ് ബക്കറ്റി നോക്കിട്ടാ എടാ മാറ്റാൻ ഇനി ഞാൻ ഹൺഡ്രാവട്ടെ ഞാൻ ഹൺഡ്രാവാം. മാറ്റി മറ്റേ അടിക്കും ഞാനും ചന്ദ്ര ഹൺഡ്രഡ്. ഞാനാ ഞാൻ ക്യാമറ ഞാൻ 4 പേര് ഹൺഡ്രല്ലേ? ഞാൻ ഒരു കളി ഞാൻ ഒരെണ്ണം ഞാൻ ഒരു കളി ഞാൻ ഒരു കളി വരയ്ക്കാൻ പടി രാഹുലിന് വരയ്ക്കാൻ പടിയതാ കൊള്ളാൻ. കോച്ച് ഇത് ഏതാടാ മാപ്പ് ഇത് മറ്റേ ജർമ്മനി ഇത് കൊള്ളൂല ഇത് കൊള്ളൂല ഞാൻ ഡൗൺലോഡ് ക്ലോൺ ഗോകു ക്ലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ക്ലോണിന്റെ പൊസിഷൻ ഇത് പോസ്റ്റ് മറ്റേ എങ്ങനെയാ ഇല്ല മന്ദാരം ക്ലോൺ വെച്ചാ കഴിഞ്ഞാളി ഒരു പോസ്റ്റ് ഇട്ടിട്ട് ക്ലോൺ ആക്കണം എന്നിട്ട് അടുത്തത് ഓ അങ്ങനെ നമ്മള് പൊസിഷൻ ഇട്ടിട്ട് ക്ലോൺ ആക്കണം അല്ലേ? ഈ ചന്ദ്രനും ജിഗറുമാണ് സ്ലോ. ആദ്യം ഫുള്ള് എന്നിട്ട് ഇങ്ങനെ സ്ലോ ആവുക. എന്താ ചെയ്യാന്ന് കട്ടി എടുക്കുന്നതാണ് നല്ലത്. നിന്റെ അത് ഹാർഡ് സ്കിൽ ഇഷ്യൂ അത്. ഇവിടെ ചില്ല ഇവിടെ എല്ലാരും ചില്ലായിട്ട് കാണടാ രസമല്ലേ? ഇന്ന് 6 മണി ആരൊക്കെ 7 മണിക്ക് എന്നെ നോക്കിയിരുന്നു ഞാനും ചന്ദ്രനും പറയണം ഐ നീഡ് ദ നമ്പർ. ഞാൻ രണ്ടേ റെസ്റ്റ് എടുത്തോടാ. ഒരു കളി വരയ്ക്കൂ ഒരു കളി വരെ അണ്ണ എന്റെ ബർത്ത്ഡേ ആണ് ആദ്യത്തെ മോനെ ഹാപ്പി ബർത്ത്ഡേ. തുടങ്ങിയുടെ തൊട്ട് കളിച്ചോണ്ടിരിക്കുക. എനിക്ക് 100 മതി 100 മതി. അങ്ങനെ പറയാതെ അങ്ങനെ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ പറയല്ലേ? ഡ്രീമർ ഡൗൺലോഡ് ആയില്ലടാ. അല്ല അങ്ങനെ കണ്ടിന്യൂസ് ഒരാൾ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കൊരു ഇത് തോന്നും. മനസ്സിലായി നമ്മൾ കളിക്കും നമുക്ക് അതുകൊണ്ട് കണ്ടാവണ്ട മനസ്സിലായില്ലേ? എടാ പക്ഷേ എടാ മുമ്പിൽ നീ എന്റെ മുമ്പിൽ കയറി ഇരുന്ന് നടന്നൊക്കെയാണല്ലോ ഇവിടെ കണ്ണൊന്ന് കാണിക്കുക കേട്ടോ. എന്റെ മേത്താണ് ചവിട്ടി ചെയ്യുന്നത്. ഞാനേ കുറച്ച് എക്സ്ട്രാ മനസ്സിലായില്ലേ? പിന്നെ എടാ നീ അങ്ങ് തറുതല പറയുന്നടാ കൊച്ചേഴ് പറയ നീ ആവണക്കണ്ണേ. കൊറേ പേര് കയറി അങ്ങനെ തരും. അയ്യോ ഇത് ഞാൻ ഇപ്പൊ എന്തിനാ അങ്ങനെ കേറി നിക്കല്ലടാ. ആരൊക്കെയായത്? ഞാൻ 44 സെക്കൻഡിൽ സ്റ്റാർട്ട് ആവുന്നു. ഇതെന്താ ഇത് ആരാടാ മാപ്പ് ഇട്ടേ? പെട്ടെന്ന് കളിക്കാനേ പെട്ടെന്ന് വിളിച്ചു നോക്കണം ഒരു കളി പെട്ടെന്ന് വിളിച്ചു നോക്കാം. ആ ഫാസ്റ്റ് എടുത്തേ എന്നാ പിടിച്ചോ അടിച്ചത് 12 അടിച്ചു. വലിയ സ്ഥലം കേട്ടോ ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലോൺ ആക്കുക. ഹലോ
ടൈമില്ലേ? ടൈമില്ല. തിരമൊഴിയിൽ താഴെ വലിച്ചിട്. ശരിയാണല്ലേ. താഴെ വലിയ Let's go. Fight. ഇത് പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ ഭയങ്കര കള്ളക്കളിയാണ്. സാർക്ക് എന്തിന് കവന്ന് നിർക്കുന്നു? നീ ആൾ അവിടെ കൊണ്ട് എഴുതും, അത് വേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് നിക്കട്ടെ. അതാരാണത്? ഗോവുന്റെ കാര്യം ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തേണ്ടാണോ? ഞാനാണെങ്കിൽ സത്യം പറയല്ലേ, നമുക്ക് 400 ആക്കാൻ നോക്കിയത്, പക്ഷെ 400 ആവൂല. നല്ല വ്യാപാരട്ടാ. കൊറേ കളികൾ അളി ഇതിന് 350 സെക്കൻഡ് കൊടുക്കാൻ പറ്റത്തില്ല. 100 സെക്കൻഡ് തീർക്ക്. ഇത് എന്തു ആളിയെന്ന് വേഗം കണ്ടുപിടിക്കാൻ പറയുകയാണ് ചെയ്ത്. കണ്ടുപിടിക്കാൻ 350 സെക്കൻഡ്. ആ ഈ പൊട്ടൻ കോക്കുനെയൊക്കെ ആരാ ഇത് ആക്കിയത്? അതല്ല, ഞാൻ 400 കൊടുത്തതാ. ജോണിമാമ സെറ്റ് കേട്ടാ. ജോണിമാമ സെറ്റ് കേട്ടാ. അത് ജോണിയുടെ കാണത്തില്ല. ചേട്ടാ നമുക്ക് പറഞ്ഞെടുക്കാം. പറഞ്ഞോട്ടെ. പെട്ടെന്ന് തീർക്കടാ ഇത്. പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വാടേ. ഇത് പറ്റത്തില്ലാന്നോ? വല്ലവൻറാടേ. എല്ലാരും വല്ലവൻറാ മണ്ട. സ്ക്വയർ ഷേപ്പ് ഡിസ്അഡ്വാൻറ്റേജ് അല്ലേ? മണ്ടാരായടേ. അണ്ടിക്കണ്ണൻ മന്ദാരം. ഇതെന്താ മന്ദാരം? കാസ്ട്രോ എടാ പൊട്ടാ, മൊത്തം പച്ച അടിച്ചിട്ട് അതിനകത്തല്ലേടാ മഞ്ഞ അടിക്കണ്ടേ? ഞാൻ അത് ആദ്യം അതാക്കിയത്, പക്ഷെ അതങ്ങനെ പോയിക്കോട്ടോ. പെട്ടെന്ന് എഡ്ജ് ഈ സൈഡ് നോക്കി നോക്കും. സൈഡ് നോക്കുമ്പോ സൈഡ് അങ്ങ് പോവാക്കിയാ മതി. ആ എടാ ഇത് എടുക്കരുത് കേട്ടോ. സ്ക്വയർ എടുക്കുന്ന ഡിസ്അഡ്വാൻറ്റേജ് ആണ് എനിക്കും തോന്നുന്നു. അതാണ് എല്ലാരും ജുഗ്രുവിനെ ചേച്ചി മണ്ടമ്പാല പിടിയടാ എന്നെ. മണ്ടമ്പാല ചുഗുരു. പൊട്ടിക്കണേ. വാടാടാ പഠിക്കാൻ വാടാടാ. ഞാനാടാ അമ്പത്തൂരാടാ വിളിക്കുന്നേ. എടാ അമ്പത്തൂര് ഇരിക്കുന്നവക്കടാ ആരെങ്കിലും അമ്പത്തൂര്. പക്ഷെ കൊള്ളാൻ കിട്ടും. ഞാൻ അടുപ്പിന്റെ അകത്തോണ്ടാ മല്ല് വേറെടാ. മണ്ടം മല്ല് വേറെ. കാണിക്കുന്നില്ലല്ലോ. അവര് നല്ല ഇതുണ്ടല്ലേ. ഇതിന്റെ ഉള്ളിലായിട്ട് ഏവൽ എന്തോ കളിയാ ട്രൈ ചെയ്ത് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഇത് അണ്ണു എന്നെ കണ്ടുപിടിക്കൂല, ഉറപ്പാന്ന്. പേടിയണ്ട. ഓ മന്ദാരം വിഷയം. മന്ദാരം വിഷയം എന്റെ ഒപ്പം കഴിഞ്ഞു. പിടിച്ചു. നെയിം ഓഫ് ചെയ്തിട്ട് നോക്കാവളെ. കോപ്പി ചെയ്യാൻ പറ്റുമോ? എന്റെ പോവാത്ത വിഷയം. ഞാൻ നേരത്തെ കണ്ടോണ്ട് കൊള്ളാം. ഇപ്പൊ അടുത്ത ആളെ കൊണ്ടുപോയേ. പുൽമൈതാനത്ത് കിടക്കുന്ന ജോണിയെ കണ്ടുപിടിച്ചാൽ കുറച്ച് പാടാ. അലിഞ്ഞേട്ടാ ഇല്ലേ. മെൽറ്റായി. സാവേജ് ഏറെക്കുറെ ഉറങ്ങിയില്ലേ? ഗോണിയെ കണ്ടുപിടിച്ചില്ല. കണ്ടുപിടിച്ചില്ലടാ പൊട്ടൻ. ഇതാര് അത് മെറ്റേലെന്ന് അറിയാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അണ്ടിക്കണ വിഷയമാണ്. പയ്യെ മെറ്റ എല്ലാം അറിയാൻ വേണ്ടി താഴോട്ട് ഇങ്ങനെ നോക്കി. എനിക്കാണ് അണ്ടിക്കണ ഇച്ചിരി വിജയമാണ്. മോളിൽ നോക്കുമ്പോ പൂലടാ താഴെ. ഇവിടെ ബ്ലൂ ആക്കിയ ശരിക്കും ഇവര് കണ്ണ് കാണത്തില്ലടാ രായനെ. തൂക്കാത്ത ഒരാളെ ഉള്ളു. കാസ്ട്രോനെ തൂക്കത്തില്ല. എനിക്ക് രായനെ നല്ല സസ്സുണ്ട്. ഇല്ലല്ല ഞാൻ പറഞ്ഞതാ പോയില്ലെന്ന്. അത് SRK പറയുന്നത് കേട്ടോടാ. മൊത്തം ആധികാരികമായിട്ട് രായനെ. അല്ല അങ്ങനല്ല അണ്ണു ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളെ മാത്രം എപ്പോഴും ഇതാക്കല്ല അണ്ണു. മനസ്സിലായില്ലേ? ആ ഡിറ്റക്റ്റീവ് തലകൊണ്ട് മാത്രം കളിക്കും. മനസ്സിലായ? ഇടയ്ക്ക് കള്ളനായിട്ടൂടെ കളിക്കണം. നീ എന്തിനാണ് ഇങ്ങനെ തെറിക്കുന്നത്?
അല്ലല്ലോ ഞാനത് പറഞ്ഞതാ ഞാൻ ഡിജിറ്റൈഡ് കൂടെ കളിക്കണം. എടാ, കാസ്ട്രോടാ, രായ. ഡാ, എന്തൊരു മനുഷ്യനാണ്. രായ. കാസ്ട്രോടാ, വാടാ. രായന്റെ ഞാൻ മറ്റേ ഹെഡ്സെറ്റ് ഓഫ് ഇവിടെ ചെയ്യിപ്പിച്ചു ഞാൻ എന്തുകൂടെ 34 ഇൻഡു മാർക്ക് കിടക്കുന്നത്? അത് കണ്ടുപിടിച്ചതിന്റെ 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 കൗണ്ടാ അല്ലേ? ഹണ്ട് ചെയ്യുന്നതിന്റെ കൗണ്ട് അത്. മറ്റേതുണ്ടോ ഒന്നുമില്ല എന്നിട്ട് കള്ളനായിട്ടില്ലെന്ന് തോന്നിട്ടില്ല. തിരനുരയും കാസ്ട്രോ ആടി അവിടെ നിന്ന് അടിച്ച് ചത്ത്. മുടിയിൽ സാഗര കിടപ്പുണ്ട് എവിടെ തൂങ്ങി കിടപ്പുണ്ട് കോച്ച് കോച്ച് മറ്റേ ലാമ്പായിട്ടിരിക്കുക. കോച്ച് ലാമ്പായിട്ടിരിക്കുക. ഇതെന്താ അൽഫാമോ കവിളിണയിൽ CCTV കോച്ച് ചന്ദ്രനെ പിടിച്ചാ ചന്ദ്രനെ പിടിച്ച് ചന്ദ്രനെ ചന്ദ്രൻ എനിക്ക് അളി ഇനി ഈ മാപ്പ് ഇടണ്ട കേട്ടോ അളിയാ. എല്ലാമാർക്കും സ്പോട്ട് മനസ്സിലായി മൊത്തം. അതാ എവിടെ നിക്കുന്നേ നീ ഒളിച്ചിരിക്കുക എടാ പോയിന്റ് കയറുന്നുണ്ടാ ചുമ്മാ കയറൂല ഏബിൾ എന്ത് ചെയ്യേ കാസ്ട്രോ 2 വിസിൽ അടിച്ച കാസ്ട്രോ ഏബിള് ഇല്ല, രായ ഇപ്പൊ ഈ പൂക്കൾ മാത്രമേ ഉള്ളൂ അടിക്കാത്ത ഇപ്പൊ അടിക്കുന്നു ഒരു ശവമതി ഒളിക്കാൻ സമയം തന്നില്ല. ഒളിക്കാൻ 40 സെക്കൻഡ് തന്നു. അടിച്ച് പൊളിച്ചായിരിക്കും. മഞ്ഞപ്പൂവാണ് എന്ത് സാവേജിന്റെ സൗണ്ട് കേക്കുന്നത് അതാ അയ്യോ മൈക്കോണായിരുന്നാ സാവേജ് അയ്യോ എന്നെ ജോണിയൊക്കെ പിടിച്ചു പറഞ്ഞു. എന്നെ കണ്ടുപിടിച്ചു ആ ഗ്യാപ്പിന്നോ കോച്ച് പറഞ്ഞതാ കോച്ചേ അത്രേ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ കാസ്ട്രോ ആദ്യമേ ഞാൻ അവിടെ വിളിക്കാൻ പോയത് കാസ്ട്രോ അവിടെ ലെഗ് ഷോട്ടായിരുന്നു കേട്ടോ അത്. എടാ സാവേജിനെ പിടിച്ചില്ലേടാ. എടാ ഇവൻ എന്തൊരു പൊട്ടനാടാ സാവേജ്. മഞ്ഞപ്പൂവിന്റെ ഇടയിൽ കയറിയിരിക്കുന്നോ? വയലറ്റ് പൂവിന്റെ ഇടയിൽ കയറിയിരുന്നൂടെ? അത് ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ്ടു ചന്ദ്രൻ ഫുള്ള് വൈറ്റ് അടിച്ചിട്ട് മറ്റേ മഞ്ഞപ്പുള്ളി കുത്തിയിരുന്നു. ശരത്ത് ഇന്ന് നൈറ്റ് ബർത്ത്ഡേ ആണ്. ഓ അഖിൽ രാജേ ഹാപ്പി ബർത്ത്ഡേ മോനെ. സമയം കിട്ടില്ല, വരച്ചോണ്ടിരിക്കായിരുന്നു. നമ്മൾ ചെന്ന് എത്തിയതേ ഉള്ളു അവിടെ. അളി വേറെ നല്ല മാപ്പിൽ ഡ്രീമർ എങ്ങാണ്ട് എടുത്ത് കയറി നിൽക്കുക. ഡ്രീമർ ആയാലും ആരാ എടാ വെയിറ്റ് ചെയ്യണം, ഞാൻ നിക്കാണ്. ഞാനും സമയം കൊണ്ട് നിങ്ങൾ എന്തിനാ ടൂബർ കയറാ. ടൂബർ കണ്ടോ ബാക്കിയുള്ളവർ ഇറങ്ങി ചാടി കളിക്കില്ല മണ്ടയ്ക്കാണ്. ഇറങ്ങടാ. ഞാനാണോ വേണ്ട നീ കുറച്ചിട്ട് വേണ്ട. ആരറങ്ങിപ്പോയത്? എന്നെ അല്ല നീ കുറച്ച് അല്ല ആ ഡിറ്റക്റ്റീവ് മൈൻഡോട് കൂടി മാത്രമേ കളിക്കുന്നുള്ളൂ. കോമ്പറ്റീറ്റീവ് മൈൻഡിലെ കളിക്കുന്നത്. ഇടയ്ക്ക് കള്ളനാവണം, മനസ്സിലായില്ലേ? 16 പേര് കയറിയാ? എല്ലാരും കയറിയാ? സിറ്റി ഉണ്ടോടാ? സിറ്റപ്പ എനക്കേടത് കേട്ടാ ടുബോർക്കൊക്കെ ഓടിക്കളിക്കുമായിരുന്നു. ഞാനാ ഞാൻ കാണാത്ത പോലെ അഭിനയിച്ചാണ്. തിരിച്ചു വന്നപ്പോ ആളിനെ അവിടെ കാണുന്നില്ല. അഡ്രസ് മെനക്കെട പോലെ കേട്ടോ, രസമില്ല. മെറ്റാലിക് പെയിന്റ് അടിക്കുക. മെറ്റാലിക് അടിക്കുക. സെലക്ട് ചെയ്തില്ല. ഞാൻ പെട്ടുവിടാ അളിയാ ഞാൻ പെട്ടടാ. അവർ സൗണ്ട് ആയിട്ടുള്ള ആരൊക്കെയാണ് പെട്ടു എന്ന് പറഞ്ഞ കേട്ട്. വലിയ രണ്ട് ശരീരങ്ങൾ അവിടെ പിണഞ്ഞിരിക്കുന്നതാണ്. അപ്പുറത്തെ വീശി പോവാ. ഞാൻ ചത്ത്, ഞാൻ ഒന്നുമില്ല ചെയ്യാം. ബൈബിൾ ഇതിങ്ങോട്ട് ഞാൻ ഇവിടെ ഇപ്പൊ കാണിച്ചു തരാലോ കലാവിരുതന്റെ. പിടിച്ചോ. എന്തോടാ ഇത് ഇങ്ങനെ? ഇത് കൊറേ ഉണ്ട് ആക്ച്വലി. ഇത് നീ വരച്ചെടുക്കുമ്പോഴേ ഞാൻ എങ്ങനെ വരയ്ക്കാനാ? ഇത് ഇവിടെ ഇരിക്കണ്ടായിരുന്നല്ലേ? ബഗ്ഗായടാ. ഞാൻ തന്നെ അത് പറഞ്ഞിട്ട് ഞാൻ തന്നെ ബഗ്ഗാക്കിയല്ലോടാ അത്. എടാ എന്തോ ഒരു
പിന്നെ എന്തിനാ പിടിച്ചു ചേട്ടാ ഞാൻ പെട്ട് ഇത് എങ്ങനെ പറയട്ടെ എടാ ഞാൻ തന്നെ പറഞ്ഞിട്ടത് ബഗ്ഗായടാ അത്. കുഴപ്പമില്ല ഓക്കെ. പെയിന്റ് കയറാൻ പറ്റുന്നില്ല. ഇത് ഏത് കളറാന്നൊന്നും പിടുത്തം പോലും കിട്ടുന്നില്ല. എടാ എന്തോ ഒരു കഷ്ടമാന്ന് പറയാ. എന്തളിയാ അളെ എനിക്ക് ബഗ്ഗാളിയാ, പെയിന്റിലോട്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ ഒരു പെയിന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെയിന്റ് കയറാൻ പറ്റത്തില്ല. ഒന്നോടെ സ്വാമി നോക്ക്. ഒന്നും കൂടി സ്പാം ചെയ്യാനോ? ആ ഇടയ്ക്കും അതുണ്ടായിരുന്നു. ഞാൻ അത് കുറച്ചധികം ഞെക്കി നോക്കാണു. എവിടെ ഞെക്കാനാ? സ്പേസ് ഞെക്കുമ്പോ യുവർ ബോഡി ഈസ് വെറി ടൂ മച്ച് എന്ന് പറഞ്ഞ് വരുവാ. ആണല്ലേ? ഒരു കാര്യം ചെയ്യാം. കുഞ്ചിയമ്മക്കഞ്ചുമക്കളാണി ഇത് ആർട്ടിസ്റ്റ് ആണ്. കുഞ്ചുവാണി എനിക്ക് പക്കായി ബഗായ സൂപ്പർ. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. കിടിലം പയ്യന്റെ കിടിലം വരെയാണ് കാണാൻ പോകുന്നത്. അതെ കിടിലം വര. അതാ ചതിച്ചടാ. ഭഗവാനെ ഇവിടെ ഇരുന്നത്. അയ്യോ മറന്നു. ചതിച്ചടാ, പൊസിഷൻ പോയി. അയ്യോ ഇത് ഡബിൾ ആയിരിക്കും. നീ വീണ്ടും അങ്ങനെ ഉള്ളിയാ പെയിന്റ് കയറിയ? ഇത് പെയിന്റ് അല്ല, ഇത് പെയിന്റ് അല്ലല്ലോടാ. ഇത് കറക്റ്റ് അല്ലേ? ഇത് കറകല്ലേ? എല്ലാവർക്കും ഹായ്. ഇവിടെ തട്ടുകയുണ്ടല്ലേ? ഇതെങ്ങനെ വരയ്ക്കും? ലെഗിന്റെ സൈഡാ കളിയത് പെട്ട്. ഒന്നോടെ വരയ്ക്കാം. പെയിന്റ് കാണാൻ തന്നെ. ഇതൊക്കെ പിടിക്കൂടാ. ഇതൊക്കെ എന്ത് കാണിക്കുന്ന ഇതൊക്കെ സത്യം പറഞ്ഞ കഴിവൊക്കെ നമുക്കുണ്ടോ ജോക്കി? മോണാലിസയാണെന്ന് തോന്നുന്നു. ഇത് കഴിവില്ല. നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ, റെസ്പോണ്ട് ചെയ്യണ മൂഡ്. ഉണ്ടല്ലോ ഇത് പോയടാ. ഇത് എല്ലാവർക്കും ബഗ്ഗായോടാ? അതോ എനിക്ക് മാത്രമേ ഉള്ളൂ? ഇപ്പൊ അണ്ണുവിന് മാത്രമേ ഉള്ളൂ. അല്ല ഞാനും ആ ഗോകുനുമായി. സുഖമില്ലേ മാപ്പ്? അണ്ണു ഈ ചിത്രത്തിന്റെ പേരെന്താണോ? ഏത് മാപ്പാണ് സുഖമുള്ളത്? എനിക്കിത് ഭയങ്കര സുഖമുള്ള മാപ്പായിരുന്നു. ഞാൻ അതിൽ കരവിരുത് പുറത്തെടുക്കാന്ന് പറഞ്ഞു വന്നേയാ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഇതിന്റെ കളർ നമ്മൾ ഉദ്ദേശിക്കുന്ന വരുന്നില്ല. എടോ അത് സാച്ചുറേഷൻ ഒക്കെ കുറയ്ക്കണോടോ. അതൊക്കെ എന്തുവാ ജോക്കി? സാച്ചുറേഷൻ ഒക്കെ കുറയ്ക്കണ്ടേ? അയ്യോ ഇതൊക്കെ ആർക്കും കണ്ടുപിടിക്കുക. ഞാൻ എന്ത് കാണിക്കുന്നേ? പക്ഷെ ആർക്കും കണ്ടുപിടിക്കാത്ത രീതിക്ക് ഞാൻ ആക്കും. ശരിയല്ലേ? ഒരു പ്രശ്നമില്ല. നീ ഏതാ? ആണോ ഞാൻ? ഇതൊക്കെ ആദ്യമേ തൂക്കത്തില്ലയോടോ? ഇതൊക്കെ വലിയ പാടുള്ള കാര്യമാണ്. എന്നെ കണ്ടറിയാം ഞാൻ ഒരു കളരാ. എനിക്കത് പറ്റുന്നില്ല. മറ്റേ പെയിന്റിങ്ങിൽ പോകത്തില്ല. ഇല്ല നമ്മളെ തൂക്കി ഒരു പ്രശ്നമില്ല. നമ്മളെ തൂക്കി കൺഫേം. ബാലന്റെ സെറ്റ് വിഷയം. അപ്പൊ ആദ്യം എന്നെ തന്നെ നോക്കൂ. ആരേലും എന്നെ നോക്കിട്ട് കാണാവുന്ന ഈ പ്രശ്നം. അയ്യോ അയ്യോ ഞാനെങ്കിൽ കൊടുത്ത് ബഗ് വൃത്തിയായിട്ട ബഗ്ഗാ കേട്ടോ ഈ സാധനത്തില്. സൗണ്ടില്ലേ ഗൈസ്? ഓക്കേ എന്നെ ഒക്കെ പിടിക്കുക. ശരത്തേട്ടൻ മുഞ്ചി. ഞാൻ മൂഞ്ചി. എനിക്ക് കോച്ചവിടെ ഇരുന്ന് എനിക്ക് ബഗ്ഗായടാ കാസ്ട്രോ. എനിക്ക് ഗോകുനും ബഗ്ഗായി. ചെലപ്പോ അതൊക്കെ ട്രിക്കാന്ന് എന്നെ സ്പെക്ക് ചെയ്ത് നോക്കോ. ഓ വേണ്ടടാ, എവിടെ നോക്കോടാ. അണ്ടിക്കണ്ണ എവിടെടാ? അണ്ടിക്കണ്ണ ബ്ലഡ് ആയോ?
ഇവിടെ സെറ്റ് ആക്കി അണ്ടിക്കണ്ണം ബ്ലണ്ട് ആടാ. എങ്ങനെടാ ഇത്? പൊന്നെ മല്ലു winner എന്തോന്ന്? എടാ അമ്പും നല്ല രീതിയിൽ ബ്ലെൻഡായി അണ്ടിക്കണ്ണനും ബ്ലെൻഡായി. ഇതാരാണ് അപ്പുക്കുട്ടൻ ഇതിലേതാ? ജോണി മാമന്റെ കളറ് ഒരു ഇതാണ്. ആ കാരണം നീ ബഗ് അടിച്ചിരിക്കലടാ പട്ടി. അല്ല അകത്തോട്ട് കയറിയത്. അപ്പുക്കുട്ടൻ നൈസാണ്. ബോഡിയില് 2 ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ അതാ എനിക്കും അതാ നീ കാണിക്കുന്നത്. അകത്തോട്ട് കയറിയത്. അതാ അത് എങ്ങനെ പറ്റൂല. സ്ക്വയർ ഷേപ്പ് എടുത്താൽ കൊള്ളാം കേട്ടോ അതിനകത്ത്. ആ പെയിന്റിങ്ങിൽ പറ്റും. അമ്മ കയറി. കണ്ടാ ഇവൻ പഠിച്ചിരിക്കുന്നു. ഇവെല്ലാം പഠിച്ചിട്ടിരിക്കുക. ഇവ റീല് കണ്ട് വന്നിക്കാ. അല്ല കോച്ച് എനിക്ക് CCTV വരച്ചതാരും ആരും പറയാ. പോരെ പോരെ പോരെ. കൊള്ളടാ കൊള്ളത്തിനെന്ന് പറഞ്ഞില്ല. കൈ മാത്രം വെച്ചാ അല്ല, അളി, ഞാൻ രാജാ രവിവർമ്മ. നോക്ക്. ബാലൻ മറ്റേ ഫസ്റ്റത്തെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ബ്ലിൻഡ് ആയന്. ബാലനെ കണ്ടോടാ. ബാലൻ നൈസാണ്. ബാല, ഇത് പിടികളിയത്. പക്ഷെ അണ്ടിക്കണ്ണൻ പയ്യനല്ലേ? ഞാൻ ഇത് ഏത് കളറ് സൂപ്പർടാ. സത്യത്തിൽ പറഞ്ഞ ബാല അപ്പുക്കുട്ടൻ. ബാല വിശ്വ ബഗ് മാറിയില്ലെങ്കിലോടാ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ ബാല. അണ്ടിക്കണ്ണൻ എന്താടാ? നീ എന്നെ സ്പെക്ക് ചെയ്തൊക്കെ പോലെ. ഓ ഇതിനകത്തുണ്ടല്ലേ? അയ്യോ എനിക്ക് പറ്റുന്നില്ല. ശരണം കൊള്ളാം. നമ്മളിവിടെ ഏതാ? രാജാ ബാലവർമ്മ. ഓടിയതാ. ഇതാണ് രാജാ ബാലവർമ്മ. ഇതിന്ന് കാണാൻ Oh my ഭയങ്കര എങ്ങനെയാ ബ്ലെൻഡിങ്? എനിക്ക് മന്ത്രത്തിനെ കാണാൻ പറ്റില്ല കേട്ടോ. അവര് പോട്ട് സെറ്റ് കിട്ടില്ല നിങ്ങക്ക് ഉറപ്പാ. കാസ്റ്റൊക്കെ എന്താ പോയിന്റ് കൂടാത്ത? എനിക്ക് കൂടുതലേ. ആരാണ് അടുത്ത ഐക്കോണിക് താരം വരാതറിയോ? കോച്ചിന് കാസ്ട്രോനെ പിടിച്ചോടാ? എടാ ഈ മന്ത്രം എവിടെ? എനിക്ക് മന്ത്രത്തിനെ കാണാൻ വീടാ. മന്ത്രം എവിടാ? മൊണാലിസ ഓ എടാ ആരെ പിടിച്ചാലും മന്ത്രത്തിനെ പിടിക്കൂല. അതാ എന്നുവെച്ചാ ആ പിക്ചറിന് അവിടെ ഒരു ഞണുക്കുണ്ട്, മനസ്സിലായില്ലേ? അതാ യൂട്ടിലൈസ് ചെയ്ത്. അവന്റെ ഫുൾ ബോഡി ഇല്ലല്ലോ ഇതിനകത്ത്. ഇല്ല ഉണ്ട്. കാല് മാത്രം വേണ്ടി നിന്റെ അകത്തോട്ടിരിക്കോടാ. അതാ പറഞ്ഞേ. ആ ബ്ലെൻഡിങ് നിങ്ങൾ കാണുന്നില്ലേ? അത് കാണുന്നുണ്ട്. വാറ്റിനെ സാവേജിനെ അല്ലേ? അതെ എടാ എനിക്ക് ബഗ്ഗാടാ മോനെ. എനിക്ക് കേറാൻ കണ്ണോട്ടന്മാരാ. ഇവന്മാര് കളിക്കുന്ന അറിയില്ല. കണ്ണോട്ടന്മാരാ. കോച്ചിനെ നോക്കി സൈഡിലാണ്. സൈഡാണോ നിന്റെ ഇരിക്കുന്നത് അണ്ടിക്കണ്ണ? എല്ലാം ക്രിയേറ്റീവ് ആയി. പിക്ചർ ഒന്ന് ഞണങ്ങിയിരിക്കുക. അവരിവിടെ ഇല്ലല്ലോടാ. എന്താ ചെയ്യാ? അതിനൊരു വഴി വരത്തില്ല. നാളെ മുതൽ ലൈവ് ഒക്കെ നിർത്തി പെയിന്റ് പണിക്ക് പോവാ. നാളെ പോലെ ആർട്ടിസ്റ്റ് മറ്റേ എടാ അതല്ലടാ എനിക്ക് ബഗ്ഗായത്. എനിക്ക് ഗൂഗു എവിടാ ഇരിക്കുന്നേ? ചത്തല്ലേ? അത് ബഗ്ഗാ ഇവിടെ. ഇത് വൃത്തിയായിട്ട ബഗ്ഗടാ ഇത്. കോച്ച് ക്യാമറയുടെ കൊണ്ടല്ലേ കൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റും. അപ്പൊ ചന്ദ്ര കണ്ണ് കാണത്തില്ല കേട്ടോ. ഇല്ല അതാ കണ്ണ് കാണത്തില്ല. ധാരാണോ പിടിച്ചിപ്പം? പിടിച്ച് ഇത് ജോണി മാമനാ. എനിക്കിതിനെ കാണാൻ പറ്റുന്നുണ്ട്. ദൂരെ നോക്കുമ്പോഴേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും കാണത്തില്ല. പക്ഷെ അണ്ടിക്കണന്ന് ഒരിക്കലും കാണത്തില്ല കേട്ടോ. അപ്പുകുട്ടനെ എടാ ഇന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒറ്റ കൊക്കക്കോള മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് ബഗ്ഗട എന്തൊരു ബഗ്ഗാടാ ഇതൊക്കെ. ഗൂഗു കോച്ച് അറ്റത്തും മുടിക്കാന്നിരിക്കുന്നത്. വെറുതെ അടിക്കുന്നയാ. ആടാ ഭയങ്കര അൺലക്കിയാണ്. അപ്പുകുട്ടനെ കാണൂല കേട്ടോ. അപ്പുകുട്ടനെ കാണൂല. ഒന്നെങ്കിൽ കറണ്ട് ചന്ദ്ര എല്ലാ ഹോട്ടലും പിടിക്കുക കേട്ടോ ചുമ്മാ.
അതുകൊണ്ടാ ഇത് ചുബോർക്ക് ഇരുന്ന് വെടി വെക്കുന്നു അവിടെ ഉള്ള എല്ലാരും വെടി വെച്ചോലും റാൻഡം പിടിയിൽ നീയും തീരും. ഇല്ല കേട്ടോ, പോയി, പോയി, പോയി. മിക്കവാറും എന്നെ ഇപ്പൊ തട്ടും കേട്ടോ. അറിയാതെ ആയിരം അറിയോ ട്യൂബോർക്ക് ഒരാളെ കണ്ടുപിടിച്ചാൽ ചന്ദ്രന് കാണിച്ചു കൊടുത്താലും അവന് ഇതാവുള്ളൂ. അതാ സന്തോഷാവത്തോളൂ. അതൊരു വെയിറ്റ് ചെയ്യും കേട്ടോ, എല്ലായിടത്തും വെച്ചടിയാ. ഉണ്ട കുറക്കണം കേട്ടാ. നമ്മള് ജയിച്ചേട്ടാ. എടാ, വെറുതെ ഇരുന്ന് വെടിവെക്ക് നോക്ക്. അയ്യോ, എന്റെ ഫോട്ടത്തിൽ വെറുതെ ഇരുന്ന് വെടിവെക്കുന്നേ. പക്ഷെ അത് കിട്ടത്തില്ല. അവര് വെടിവെക്കുന്ന മുഖത്തും സൈഡിലൊക്കെയാണ്. പക്ഷെ മനസ്സിലാവും. എന്നെ വെച്ച് തീർന്നു എല്ലാം പള്ളി. കാസ്ട്രോ കണ്ട് കാശ് ലാസ്റ്റ് മെറ്റടിച്ചേ. വിളിച്ചിട്ടില്ല. കേറി വന്ന് എടാ ഒരേ കളിച്ചിട്ട് ഓടാ. ഒരു കളി കൂടെ ഒരേ കളിക്കാം. കളിച്ചിട്ട് പോവാ. ഞാൻ കണ്ടോ, ഫസ്റ്റ് അടിച്ച് അതെ, ഭയങ്കര ഇത് ഓവർ പെയിന്റിംഗ് ആയിരുന്നേ. ചന്ദ്രൻ എന്റെ ഉണ്ടായിരുന്നു. ചന്ദ്രൻ എന്റെ ഉണ്ടായിരുന്നു. കളിച്ചിട്ട് ഓടാ. ചന്ദ്രൻ എന്റെ നോക്ക് എന്തരാ ട്യൂബോർക്കേ ഇങ്ങോ വലിയ ഞാൻ ഇതാ 100 ഇത് എല്ലാ കളിക്കും ട്യൂബോർക്കേ ശരി, ഞാൻ ഒന്നെങ്കിൽ 7 മണിക്ക് വരായിരുന്നേനെ കറണ്ട് പോകുന്നു പറഞ്ഞ വരായിരുന്നു. കറണ്ടും പോയില്ല. നീ ഒറ്റ ആൾക്കാരെ കൊണ്ടുകൂടി ഇവിടെ നിൽക്കാതെ മറ്റേ വാലോറന്റ് കളിക്കുന്നവരാണ് പെയിന്റ് കളിക്കാൻ വന്നിരിക്കുന്ന. 35 എഴുതി കാണിക്കണ എന്തിനാ? എടാ ഇത് ആരും കളിക്കത്തില്ലടാ നമ്മുടെ കൂട്ടത്തിൽ. അല്ല, നീ ആൾക്കാരെ കണ്ടുപിടിച്ച 35 അതാ കാണിക്കുന്ന കൗണ്ട്. എപ്പോഴും ഡിറ്റക്റ്റീവ് ആവുമല്ലേ? കുറ്റം പറയാത്ത ഒരു മാപ്പ് ഇതുവരെ ഇല്ല ഞാൻ ഇട്ടില്ല. എടാ നീ ഇപ്പഴാ കളിക്കാൻ പറയാം. നമ്മള് വേണ്ടി മുന്നേ എത്ര മണിക്കൂർ കളിച്ചിട്ടുണ്ടെന്ന് അറിയടാ. വാണമേ പട്ടിക്കുണ്ടാ ഇന്ന് എല്ലാ മാപ്പും കുറ്റം പറയാവേ. ഞാൻ മുമ്പ് കേട്ടോ, ഞാൻ വലിയ മനുഷ്യൻ, അത് നോർമൽ മനുഷ്യൻ. ഞാൻ പറയൂടാ, കുറ്റം പറയൂടാ. ഞാൻ നിനക്ക് വല്ല പ്രശ്നം ഉണ്ടോടാ? നിനക്ക് ഞാൻ തിരിച്ചു നീ തിരിച്ചു പറയണ. നീ ഏതാ? നീ പോടാ. പാവണക്കണ്ണ. സിനിമ ഇത് പറഞ്ഞില്ല. ഞാൻ സിനിമ ഞാൻ കാര്യമായിട്ട് കണ്ടുപിടിക്കാൻ നമുക്കെങ്കിലും വിളിക്കാം. എനിക്ക് ഇതിനകത്തൊക്കെ ഒളിക്കാനൊക്കെ മടുപ്പ. അയ്യോടെ വിളിക്കുന്നു. ഹലോ ഹലോ, ചട്ടും പോയാ ഞാൻ വീട്ടില് പടം വരച്ചോണ്ടിരിക്കണേ. ആ അലേവാ, നീ എവിടാ? ഇങ്ങനെ കിടന്നാട നിങ്ങൾ എവിടാ? ഞാൻ കൊണ്ടുവരാ. ഞാൻ ഇപ്പൊ വരാം. എന്തോടാ ചന്ദ്ര? ഏടാ ചന്ദ്ര, അടിയാണോ? അവന്മാരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങോട്ട് വന്നേന്ന്. ചന്ദ്രൻ ഡയറ്റില്ല, ചന്ദ്രൻ പോകത്തില്ല, കൊള്ളാനാ. എടാ എനിക്ക് ഇത് എടാ ഒളിക്കാൻ പറ്റൂടാ. ചുമ്മാ എന്തെങ്കിലും വെറൈറ്റി സാധനം ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക, പക്ഷെ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം പരിപാടി. സിമ്പിൾ പരിപാടി. എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ മോൻ ചെയ്യും. അത് ഒരു വലിയ മനുഷ്യനെടുത്ത് വെച്ചത്. ചെറുതായിരുന്നെങ്കിൽ വിളിച്ചെങ്കിലും വിളിക്കായിരുന്നു. ഓടിക്കോ, രക്ഷപ്പെട്ടോ, ഓടിക്കോ, എന്റെ അടുത്ത് ഓടിക്കോ, രക്ഷപ്പെട്ടു. ഇതൊക്കെ ഈസിയാണ് അതിനകത്ത്. മൈൻക്രാഫ്റ്റ് എളുപ്പമാ. അതെ, പക്ഷേ നോർമൽ ആണെങ്കിൽ ഇച്ചിരി പാടാം. നോർമൽ ആണെങ്കിൽ പാടാം. എന്ത് നോർമൽ പാട്?
നോർമൽ ബോഡി ആണെങ്കിൽ പാടാണ്. ഞാൻ നോർമൽ ബോഡിയാണ് എടുത്തത്. താഴെ വന്നു, അവൻ താഴെ വന്നാണ്. ഞാൻ ഇറങ്ങട്ടെ, ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങി ഓക്കെ, ബൈ ബൈ. സബ്ബേ ഇതാര് ഇത് എളുപ്പമാടാ. എന്റെ മണ്ട ചാടിക്കറ കോച്ചുണ്ട്, കോച്ചിന്റെ കോച്ചിന്റെ ഇത് പറഞ്ഞ 0 catches ആണ്. ഇവിടെ കിടക്കാം. അങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് ചാടാം. ഫസ്റ്റ് ടൈം ആണ് കോച്ച്. കോച്ച് 0 catches ആണ്. മണ്ടയിലൊക്കെ കയറിയൊക്കെ നോക്കണം. ഇത് കളിച്ചിട്ടുണ്ട്. അയ്യോ, ഇതിനകത്ത് ഒരു കളറിൽ നോക്കിട്ട് പിന്നെ വെളിയോട്ട് നോക്കാൻ വയ്യ. അയ്യോ, അതോട്ട് നോക്ക്. കട്ട് ചെയ്ത് വെള്ളം വരുന്നത്. കുറച്ച് ബക്കറ്റ് പിടിച്ചു നോക്ക്. അണ്ണോ ഞാൻ പോണി കാസ്റ്റോ ശരിയാ ശരിയാന്നില്ല വരച്ചിട്ട്. പിന്നെ സൂപ്പർ ആയിട്ട് പറ്റും. അത് എന്താ പറ്റും, എല്ലാം ഒന്ന് try ചെയ്ത് അങ്ങനെ. എനിക്ക് എല്ലാം പറ്റും. പക്ഷേ ഇതൊഴിച്ച് കോച്ചിനെ താഴെ ഡ്രാഗ് ചെയ്യണേ കോച്ച്. സമയം 20 minutes ആകുമ്പോ ഇതെന്തായാലും പെയിന്റ് വരാത്ത ഈ ക്ലോണില് പിന്നെ പെയിന്റ് അടിക്കാൻ പറ്റില്ലേ? പിന്നെ phone ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എങ്ങനെ paint അടിക്കും? ഫസ്റ്റ് നിന്നെ അല്ലടാ ക്ലോൺ ആക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നിനക്കുണ്ടായിരുന്ന സാധനത്തിന്റെ അത് ഇവര് വീസിലുണ്ട്. വീസിലുണ്ടായിരുന്നോ? ഇവരെന്താ മാറ്റിടാന്? ഞാനെല്ലാം 20 second പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ ഇവിടെ? പിന്നെ അവര് കേട്ടോണ്ടിരിക്കുക. ഞാൻ ഒന്ന് എനിക്ക് ഓർമ്മയില്ല എന്തിനാ. ഒന്നും ഓർമ്മയില്ലെന്ന്. സൂപ്പർ. സത്യത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടെ ചാറ്റ് നോക്കുന്നുണ്ട്. എന്റെ ചാറ്റ് ലൈവ് ഇട്ട് ഓക്കെ അല്ലേ? അപ്പൊ വലിച്ചിട്ടോ കോച്ച്, വലിച്ചിട്ടോ. പിടികളെ എല്ലാത്തിനും പിടിങ്ങ പറഞ്ഞു. ചെലപ്പോ രക്ഷപ്പെടത്തില്ല. സാവേജ് ഉറങ്ങിയോടാ? സത്യം കേട്ടോ. ശ്രദ്ധിക്കണ്ട, കിടക്കുകയാണ് അവനെവിടെ. തന്നെ ഉണ്ട്. 50 കൊള്ളും. സൂപ്പർ ആയിട്ടുണ്ട്. പെർഫെക്റ്റ്. ഏത്തായിരിക്കുന്ന ആരെ പിടിച്ചിട്ടുണ്ട്? കാസ്ട്രോ കളർ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടത്. മാറ്റണ അവിടെ കിടന്നിട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. സാവേജ്. ജോണി മാമനും കൊള്ളാം. നൈസ്. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തോക്കും. എന്റെ അടുത്ത് എത്തിയും തോന്നട്ടോ ആള്. ഇതെങ്ങനെ തിരിച്ചാക്കുന്ന? 5 ഭയങ്കര സിമ്പിൾ ആണ്. അണ്ണൂനെ പിടിച്ച് അയ്യോ അവിടെ കേറിയ ഒരു ഇല്ല അവിടെ ഉണ്ട്. ഒരു മേലെ കേറിയതാ. അതെങ്ങനെ കണ്ടേ ജോക്കിയെ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണും. സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ണുപോലും പിടിക്കുന്നില്ലായിരുന്നു. ഇരുന്ന് കള്ളൻ എന്നെ പിടിക്കും കേട്ടോ. 320 സെക്കൻഡാ. എനിക്കാണെ കണ്ണ് കാണത്തില്ല ഇവിടെ ഒന്നും. അല്ലടാ ഈ മാപ്പിന് ഈ മാപ്പിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ക്രിയേറ്റീവ് ആയിട്ട്. ജോണി വിചാരിച്ച കേട്ടോ നോക്കൊക്കെ നോക്കി പുറകെ നോക്കുന്നുണ്ട് കണ്ടിട്ട് പുള്ളി കിടന്നൊക്കെ അടിച്ചു. അയ്യോ, അവിടെ 2 വിസിലടിച്ചാ ഏവലിനെ കൂടെ തൂക്കിപ്പിച്ചിട്ട് വിട്ടാ മതിയായിരുന്നു. സത്യം. ഇപ്പൊ എടാ എനിക്ക് തോന്നുന്നു കോച്ച് മെറ്റാന്ന് തോന്നുന്നു കേട്ടോടാ. കോച്ച് കറക്റ്റ് കയറി വന്നു. കോച്ച് കറക്റ്റ് കയറി വന്ന് പയ്യെ നോക്കി. കോച്ച് മറ്റേ പാർട്ടി ഇപ്പൊ വെള്ളത്തിൽ കയറാൻ പറ്റൂടാ?
അടുത്തൊരു നല്ല കിടിലം വലിഞ്ഞ സ്പോട്ട് ആയിട്ടുണ്ട് കേട്ടോ അളിയാ. ഇത് രായം കണ്ടുപിടിച്ചില്ലെങ്കിൽ അവനെ കുണുസാന്ന് വിളിക്കും അടുത്ത തവണ കിട്ടും. ജോക്കി ഞാൻ റോസാപ്പൂവായിട്ട് ആദ്യം നിന്നത്. SRK ഒന്ന് സ്പെക്ക് ചെയ്തേ. കണ്ണടിച്ചു ഇത് ഞാൻ പറഞ്ഞു ഞാൻ വരച്ചോണ്ടിരുന്നതിനകത്ത് ടുബോർക്കെ കുറച്ച് നടുക്കോട്ട് കയറിക്കടാ. അല്ലല്ല പോസ് മാറ്റി നേരെ നിക്കുന്ന ആൾക്ക് നടുക്കോട്ട് നേരെ നിക്ക്. ആ പോസ് മാറ്റി നേരെ അപ്പുക്കുട്ടന്റെ ആർമിയൊക്കെ ഉണ്ടോ? നേരെ നിക്കടാ. നേരെ നിക്കുന്ന എങ്ങനെയല്ലേ? താഴെ എക്സ് അടിച്ചിട്ട് നിന്നാ എന്ത് വേണാ ഇത്? അയ്യോ എനിക്ക് പേടിയാ. എടത്ത് എക്സ് അടിച്ച് നിക്കടാ താഴോട്ട് ട്രാക്ക് ചെയ്തിട്ട്. എടാ എന്ത് അറിയാലോടാ. ബ്ലെൻഡ് ആയി പോടാ പെട്ടെന്ന്. എടാ നിക്കടാ. കണ്ടുപിടിക്കാൻ വേണ്ടി ലൈറ്റ് കത്തിക്കാൻ തല ലൈറ്റ് കത്തിക്കാൻ പറ്റുന്നത് വിളക്കാതെ പറയത്തുള്ളത്. കൊക്കിലെ പോലെ നിക്കുന്ന ഇവൻ. ഇതൊക്കെ കണ്ടുപിടിച്ചെങ്കിലുണ്ടല്ലോ അപ്പുക്കുട്ടനും പിള്ളേരും. അപ്പുക്കുട്ട വേറെ കാര്യം പറയട്ടെ, അതിനെ ആരെ അടിച്ചാലും നീ ചാവും. മന്ദാരം എടാ പൊട്ടാ, ആ ലൈറ്റിലത്തെ സാധനം എടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൈറ്റ് കിട്ടും. ആ മഞ്ഞ എടുത്ത് തലയിലോട്ട് അടിച്ചാ അതിനകത്തോട്ട് കയറി ഇതേപോലെ ആ മഞ്ഞ ലൈറ്റ് അടിച്ചടാ മുകളിലടിയടാ പൊട്ടാ. അല്ല അതെങ്ങനെ ജോക്കി അത്രയും കളർ ലൈറ്റ് ആവത്തില്ല അത്. അതിനുള്ളൊരു കഴിവ് വേണം, കറക്റ്റ് ആയിട്ടൊന്ന് ഇട്ടിട്ടാ മതി. ഇത് അത് മറ്റൊരിക്കലും ഇല്ല മേലെയും വരയ്ക്കണം, മനസ്സിലായ ഇവൻ. ആ വാല്യൂ കറക്റ്റ് ആയിട്ട് നോക്കി വരച്ചാ മതി. സുഖല്ലേ? എന്റെ സാധനം അണ്ടിക്കണം ടോർച്ചായി സത്യം. പോയേ ഇവർക്ക് പേടിച്ച് അനങ്ങുന്നുണ്ട്, മനസ്സിലായ? ഇപ്പൊ തൂക്കും ഇങ്ങനെ ഇല്ല തൂക്കില്ല. ആ കളർ പാടാ ടൂർക്ക് കണ്ണിന് പാടാ അത് കണ്ടുപിടിക്കാൻ. അനങ്ങിയാണ്ട് ഇല്ല അനങ്ങിയണ്ട എന്റെ പാടാ നോ നോ എന്റെ പാടാ ഇതോടല്ല. കാണത്തില്ല ഒരു പണി എടുക്കുന്നില്ല നോക്ക്. ചുമ്മാ പോയി കിടക്കൂടാ. ഞാൻ ആദ്യം റോസാപ്പൂ ആയിട്ട് ഞാൻ അറിയാണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കൊടുത്ത് ആ ക്ലോൺ. പിന്നെ ലാസ്റ്റ് സമയം തീർന്നോണ്ട് അവിടെ പോയി കിടന്നത്. കോച്ചന്റെ മൈൻഡ് പോലെ ആകുന്നില്ല. അതല്ല SRK നോക്കി രായന വീട്ടിലുണ്ട്, എന്നിട്ട് പോലും അതൊക്കെ കാണത്തില്ല കളറ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് മന്ദാരത്തിന്റെ എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു. എടോ എന്റെ പൊന്നെ കോച്ച്, ആ വെള്ളത്തിലോട്ടൊന്ന് നോക്ക്, ദാണ്ടൊരു നത്ത അവിടെ കിടക്കുന്ന പെറ്റ്. അല്ലാത്ത മലയുടെ മലയും പുഴയും കാടും എല്ലാം അങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നേ. ഒരു കുളത്തിലോട്ട് അങ്ങനെ നോക്കാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ണു ഇപ്പൊ സ്നൈപ്പറാന്ന് തോന്നും, അടുത്തുള്ളതൊന്നും കാണത്തില്ല. ലോങ് സൈറ്റ് ആന്നേ. നിൽക്കുന്നുണ്ടോ കാടിനെ താങ്ങി ആളുണ്ട് ജോക്കി. സാവേജ് നോക്കി ഏത് ആംഗിളിൽ നോക്കിയാലും കാണത്തില്ല. ഓ ആട്ടം കാണാത്തത് മറ്റേ SRK. മനസ്സിലായ? അമ്പോ ബിസിലൊന്നും അടിച്ചോളല്ലേ. വെറൈറ്റി ആയിട്ട് ചെയ്യണം. ജലസിംഹം ആ വിസിൽ സ്പാം ചെയ്യുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോടോ എന്റെ പൊന്നെ കൊച്ചെ, വെള്ളത്തിലോട്ടൊന്ന് പോടോ. ആ നോക്കണോ, അങ്ങോട്ട് നോക്കണോ, വെള്ളത്തിലോട്ട് നോക്കണോ, എടാ താഴോട്ട് നോക്കണോ, വെള്ളത്തിൽ ഒന്ന് അടിയടാ, ഒന്ന് വിസിലടിയടാ. ആ കണ്ടു ഇതാരാ കോച്ച് കണ്ടില്ല കേട്ടോ, കോച്ച് ഇപ്പോഴും കണ്ടിട്ടില്ല. മാനത്തെ കണ്ണി ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാൻ സിറ്റിയിലോട്ട് കട്ടെ. അപ്പൊ ഓക്കെ. ഞാനും വരുന്ന